വയലാർ രാമവർമ്മയുടെ പ്രിയ സഖി ഭാരതി തമ്പുരാട്ടിയും ഒത്തുള്ള പാട്ടിന്റെ സഖിമാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അതിന്റെ അടുത്ത ഭാഗം ഇന്ദ്രധനുസിന്റെ തീരത്ത് തുടരുകയാണ്. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്നേഹിക്കയില്ല ഞാൻ അമ്മേ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. ഇന്നത്തെ കാലത്തും ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള വരികളാണ് അല്ലേ അത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നിസ്വാർത്ഥതയെ കുറിച്ചിട്ട് അമ്മ സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചില്ല. ആ, എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് അതിനെ പറ്റി? അതായത് മറ്റുള്ളവന്റെ ദുഃഖം വിശപ്പ് അതില്ല, അത് നമ്മൾ കഴിച്ചില്ലേ കൊടുക്കും, എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ 2-4 കുട്ടികളുണ്ട്. കരയുന്ന കേട്ടുണ്ട്. എന്താ ചോദിച്ചപ്പോൾ കുട്ടാ റേഷൻ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ, അരി കൊണ്ടുവന്നിട്ട് വേണം വെക്കാൻ, വിശന്നിട്ടാ കുട്ടികൾ കരയുന്നത്. വേഗം എന്നോട് പറഞ്ഞു ആ അടുക്കൽ വെച്ച എല്ലാം എടുത്ത് കൊടുക്കാമെന്ന്. എല്ലാം എടുത്ത് കൊടുത്ത് കുട്ടികൾക്കാവും, നമുക്ക് പ്രത്യേകം വെച്ചാൽ മതി. അതാണ് മനുഷ്യൻ. അങ്ങനെയാണ് ജീവിച്ചത്. മുഴുവൻ എല്ലാവരും നമ്മൾ പൈസ ഉണ്ടാക്കിയോ നമുക്ക് ആർക്കും അങ്ങനെയായിട്ട് ഇല്ലാതെ കാണിക്കില്ല, എല്ലാവർക്കും കൊടുക്കും അല്ലേ. അതാണ് തൃപ്തി. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ വേറൊരുത്തിന്റെ സങ്കടം നമ്മൾ കാണാൻ വയ്യ. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവമായിരുന്നു അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം കൊടുക്കുന്ന കാര്യത്തിൽ. അതെ. എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം? എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം? വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനിക്കറിയില്ല. എനിക്ക് അതല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ടല്ലേ എനിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്. സുഖമായ ദിവസമല്ലേ രാജ്യം. എങ്ങനെയാ അമ്മയുടെ ഒരു ദിവസത്തെ ക്രമം? എങ്ങനെയാണ് അമ്മയുടെ രീതി? എങ്ങനെയാ അമ്മയുടെ ഒരു ദിവസത്തെ രീതി? എങ്ങനെയാ അമ്മയുടെ? ഇല്ല, അത് ഞാൻ രാവിലെ ഉച്ചവരെ കാപ്പി കുടിച്ചു. പിന്നെ കൊച്ചുമോനില്ലേ, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിൽ പോകുക, അവൻ്റെ അതിൻ്റെ തിരിച്ചു വരുമ്പോൾ അതിൽ സന്തോഷം. വില പത്ര വായനയൊക്കെ ഉണ്ട് അല്ലേ അമ്മയ്ക്ക്? പേപ്പർ വായിക്കും, രാവിലെ വായിക്കും. അത് എനിക്ക് നിർബന്ധം. ദേശാഭിമാനി ആദ്യം വായിക്കണം. പിന്നെ അമ്മ പറഞ്ഞിരുന്നു എനിക്ക് റേഡിയോ ആണ് കൂടുതൽ ഇഷ്ടം. അതെ, ഇപ്പോഴും അതെ, ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. അപ്പൊ ഇപ്പോഴും കേൾക്കോ റേഡിയോ? വിശ്വനാഥന്റെ സംഗീതയെ പറ്റി, അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പ്രതിഷേധമുള്ളവരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പയെ വൈദ്യനാഥ ഭാഗവതരുടെ വലങ്കയും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാട്ടുപാടാൻ ഒരു അവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിലെ സംഗീതത്തിന്റെ ആചാര്യനായിരുന്നു ചെമ്പയെ വൈദ്യനാഥ ഭാഗവതർ അന്തരിച്ചു പോയി. ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ യേശുദാസനെ ഗുരുവായൂർ അമ്പലത്തിൽ കടത്തുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂർ അമ്പലം അറയിൽ ഒരു ദിവസം ഞാൻ പോകും, ഇതൊരു പാട്ടെഴുതി ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചതാണ്. അദ്ദേഹത്തിന് അവിടെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള സാഹസികമായ സമരം ഞാൻ ആരംഭിക്കാൻ പോകും. അദ്ദേഹത്തിന്റെ സൗഹൃദ സദസ്സൊക്കെ അത്രപോലും സമ്പന്നമായിരിക്കുമല്ലോ അമ്മേ. കലയും സാഹിത്യ ഗാനം എല്ലാം ചേർന്നിട്ടുള്ള സമ്പന്നമായൊരു സൗഹൃദ സദസ്സായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താ അമ്മയ്ക്ക്? അത് ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ അവിടെ, നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് നല്ല പടർന്ന് വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ചാമ്പാമരം, പന്തലിട്ട പോലെ ഇരിക്കും അത്. അപ്പം അതിൻ്റെ ചോട്ടിലാണ് ഈ മദ്രാസിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സാഹിത്യകാരന്മാരുണ്ട്. മലയാറ്റൂര്, പിന്നെ നമ്മുടെ FSCറ്റിലെ MK നായർ, ഇവർ അങ്ങനെയുള്ള വലിയ വലിയ സാഹിത്യം എല്ലാവരും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എല്ലാം. അപ്പോൾ രാത്രി എല്ലാവരും കൂടി അവിടെയാണ് പരിപാടി. അന്നേരം എൻ്റെ ആഹാരമൊക്കെ വേണം, സദ്യ വേണം. സദ്യയായിട്ട് വരുന്നവർക്കെല്ലാം ചോറ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അത് എല്ലാ കൂട്ടവും വേണം. സദ്യ പായസം വരെ വേണം. വളരെ നിർബന്ധം. ആഹാരം കൊടുക്കുന്ന കാര്യം വളരെ നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ നിങ്ങൾ സസ്യാഹാരമാണല്ലോ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഭക്ഷണത്തിന് എന്തെങ്കിലും നിർബന്ധങ്ങളോ? അത് പ്രത്യേകതയുണ്ട്. കടുക് മാങ്ങ, സാമ്പാർ, പപ്പടം, തൈര്. സസ്യാഹാരിയായിരുന്നു അദ്ദേഹം? നിർബന്ധമുള്ള അല്ലേ അമ്മേ? അദ്ദേഹം സസ്യാഹാരിയായിരുന്നു അല്ലേ? അതെ, കഴിക്കും. കഴിക്കും, വല്ലപ്പോഴും കഴിക്കും. പക്ഷെ ഇറച്ചി കഴിക്കില്ല, മത്സ്യം മാത്രമേ കഴിക്കുള്ളൂ, ഇറച്ചി കഴിക്കില്ല. അല്ല അമ്മ, വീട്ടിലപ്പോ വരുന്നവർക്കും സസ്യാഹാരമായിരിക്കും അല്ലേ കൊടുക്കുക? അവർക്ക് വീട്ടിലത്രേ കൊടുക്കില്ല, മേടിക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ സത്യൻ വരുമല്ലോ. അതെ അതെ. സത്യൻ ഷൂട്ടിങ്ങൊക്കെ അവിടെ ഉള്ളപ്പോൾ സത്യൻ അവിടെയാണ് വരുന്നത്, ഊണിക്കാൻ വരും. അപ്പം വിളിച്ചു പറയും സത്യമാഷ് എന്താണ് കരിമീനോ, കരിമീൻ അത് സാധനം കൊണ്ടുവരും. അവര് കൊണ്ടുവരും, സത്യം കൊണ്ടുവരും. അത് പാകം ചെയ്യും. ഇവിടെ ഷൂട്ടിങ് എടുക്കണ്ടേ നമ്മുടെ ഇവിടെ ഊണ്. അതെ അല്ലേ? എന്നിട്ട് അത് ഇവിടെ പാകം ചെയ്ത് കഴിക്കൂല്ലേ? അവര് ഇവിടെ നിന്ന് പാകം ചെയ്ത് കഴിക്കൂല്ലേ? എല്ലാം കൊണ്ടുവരും, പാകം ചെയ്ത് കൊണ്ടുവരും. അതെ, എല്ലാവരും. നസീർ സാറായിട്ടൊക്കെ അമ്മയ്ക്ക് എങ്ങനെയാ ഓർമ്മ? നസീർ സാറായിട്ടുള്ള ഓർമ്മ? പ്രേം നസീർ ഒരു തവണ വന്നിട്ടുള്ളൂ, പണിയൊന്ന് കാണാൻ.
സത്യനടുത്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലേ, നാളികേരല്ല, അവിടെ അവസാനം അവിടുന്നാണ് പോയത്. എന്നുവെച്ചാൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് ബാത്റൂമിൽ പോയി, പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വന്നിട്ട് അമ്മേ, അനുഭവങ്ങൾ പാളിച്ചകൾ സത്യമാഷയുടെ പടത്തിനെ കുറിച്ച് ഇപ്പം അമ്മ സംസാരിച്ചല്ലോ. അപ്പൊ അതിലെ പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ എന്നുള്ള പാട്ടല്ലേ, വളരെയധികം എത്ര ഫിലോസഫിക്കൽ ആയിട്ടുള്ള വരികളാണ്. പാട്ട് എഴുതിക്കൊണ്ട് വന്നാൽ തന്നെ അമേരിക്ക വന്നു, പാട്ട് കേൾപ്പിച്ചു, കണ്ടു, അമ്മ അഭിപ്രായം പറയും. മുരി മോനെ എന്ന് പറഞ്ഞാൽ മുരി, അങ്ങനെ അതല്ലാതെ നമുക്കാകെ ഞാൻ അന്നും എനിക്ക് അങ്ങനെ ഒരു അതാണ് എൻ്റെ ശീലമായിപ്പോയി. അമ്മ മക്കളിലേക്ക് ഒതുങ്ങി അല്ലേ അമ്മേ, മക്കളെ വളർത്തുക, വീട്ടിലേക്ക്. അതെ, അമ്മയുടെ കാര്യങ്ങൾ നോക്കുക. അതെ, എനിക്ക് അങ്ങനെ ഞാനൊരു വെറും വീട്ടമ്മ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അദ്ദേഹത്തിന്റെ അമ്മയാണല്ലോ ഈ കവിതകളൊക്കെ ആസ്വദിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പൊ അമ്മ ശരിക്കും അതിനൊരു നിശബ്ദ സാന്നിധ്യമായിട്ട്, നിശബ്ദമായ പ്രോത്സാഹനം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും കൊടുക്കാതെ മക്കളെയൊക്കെ വളർത്തി അല്ലേ, അതിലൊതുങ്ങിക്കൂടി അല്ലേ. കയ്യിലേക്കൊന്നുമില്ല, നമ്മളെ പാട്ട് എഴുതി അങ്ങോട്ടൊന്നും പോവില്ല. അദ്ദേഹത്തിന്റെ അമ്മ നല്ലോണം അഭിപ്രായം പറയുമായിരുന്നു അല്ലേ. അതല്ല, അമ്മയാണ് ദൈവം, ഒക്കെ അമ്മയാണ് കാരണക്കായി, അമ്മയാണ് അതിനെല്ലാം, അമ്മയാണ് ആദ്യം എഴുതാനുള്ള പ്രോത്സാഹനം എന്ന് അതെ, പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമില്ല, അമ്മ മാത്രമാണ് അതിൻ്റെ എല്ലാം. അല്ല, അമ്മയ്ക്ക് സാഹിത്യമായിട്ട് എന്തായിരുന്നു ബന്ധം? അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പുസ്തക വായനയോ സാഹിത്യമായിട്ടില്ല, അമ്മ പഠിച്ചിട്ട് പോലുമില്ല, സ്കൂളിൽ പോയിട്ട് പോലുമില്ല, അതാണ് അമ്മയുടെ വിദ്യാഭ്യാസം. പക്ഷെ അമ്മയ്ക്ക് നല്ല അറിവാണ്, നല്ല കഴിവാണ് അമ്മയ്ക്ക്. അതാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം കണക്ക് കൂട്ടുന്ന കുടുംബകാര്യം മുഴുവൻ അമ്മയാണ് നോക്കുന്നത്, മലയാളം നോക്കില്ല. മോനിങ്ങനെ പൈസ അയച്ചു കൊടുക്കും എന്നുള്ളതല്ലാണ്ട് വേറെ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷേ അമ്മ കണക്ക് കൂട്ടാനും കാര്യങ്ങൾ നടത്താനും അമ്മയെപ്പോലെ ആർക്കുമില്ല. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവും. ഒരു വീട്ടിലെ കാര്യം, ടെലിഫോൺ ചാർജ് താമസിച്ചാൽ ഇവർ വിളിച്ചു ചോദിക്കും, എന്താ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യാനാണോ, എന്തുകൊണ്ട് ഫോൺ ചാർജ് മേടിക്കാൻ വരാത്തേ? അത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലേ, അത്ര ശ്രദ്ധയായിരുന്നു. അതുപോലെ ആവശ്യമില്ലാതെ മദ്രാസിൽ നിന്ന് വന്നിട്ട് കമ്പനി മദ്രാസിൽ വന്ന് എറണാകുളത്ത് വരുമ്പോഴേ അപ്പോഴേക്ക് കാറുകൾ വന്നുകൊണ്ടിരിക്കുമല്ലേ, അവർ വന്നു, പക്ഷേ കുട്ടൻ ഇന്ന് വരുന്നില്ല, കുട്ടൻ ഇന്ന് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊക്കോളൂ. കുട്ടനെ ഇനി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അമ്മ പറഞ്ഞാൽ അവിടെ ഇരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല.
നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും കാൽപ്പനിക ഭാവനയുടെ വശ്യതയിൽ മലയാളിയെ കീഴടക്കിയ കവിയാണ് വയലാർ. തൂവൽ കൊഴിയും തീരം. മലയാള സിനിമയ്ക്കായി 2000-ലധികം ഗാനങ്ങൾ വയലാർ എഴുതി. ഏതാണ്ട് അത്രയും തന്നെ കവിതകളും എഴുതിയിട്ടുണ്ട്. ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ആലപ്പുഴ ജില്ലയിലെ വിപ്ലവ സമരഭൂമി എന്ന നിലയിൽ പ്രശസ്തമായ വയലാറിൻ്റെ മണ്ണിൽ 1928 മാർച്ച് 25 രാഘവപ്പറമ്പിലെ അമ്പാലിയ തമ്പുരാട്ടിയുടെയും വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും മകനായി ജനിച്ച വയലാർ രാമവർമ്മ അകാലത്തിൽ 1975 ഒക്ടോബർ 27 വയലാർ രക്തസാക്ഷി ദിനത്തിന് തന്നെയാണ് അന്തരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്തനായ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ വയലാർ രാമവർമ്മയുടെ മകനാണ്. ഇന്ദുലേഖയും യമുനയും സിന്ധുവും പെൺമക്കളാണ്. കോവിഡ് ബാധിതയായി സിന്ധു ഈ ലോകത്തോട് വിട പറഞ്ഞു. യമുനയും ഇന്ദുലേഖയും 2 പതിറ്റാണ്ടായി താമസിക്കുന്ന പാലക്കാട് ധോണി വനമേഖലയിലെ ആരഭി എന്ന വീട്ടിലെത്തിയാണ് ഞങ്ങൾ ദൂരദർശന് വേണ്ടി വയലാറിൻ്റെ ആത്മസഖിയുമായി സംസാരിച്ചത്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന് അദ്ദേഹം എഴുതിയല്ലോ. മനോഹരമായ വരികൾ ദേവരാജൻ മാഷ്ട സംഗീതത്തിൽ അല്ലേ? അമ്മയ്ക്ക് എന്താണ് ആ പാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ? അങ്ങനെ ഓർക്കുന്നു. എനിക്കത് നല്ല ഓർമ്മ ഇതാണ്. പറയാൻ എന്താ പറയണ്ടേ, എനിക്ക് അതിനെപ്പറ്റി നല്ല ഓർമ്മയാണ്. എനിക്ക് അക്കാലത്തെ അത്രയുള്ള ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ആ പാട്ട് അമ്മയ്ക്ക് അമ്മയുടെ നല്ല കാലങ്ങളിലെ സ്വപ്നമായിരുന്നു. അച്ഛൻ വരുന്നതും ഗന്ധർവനായിട്ട് വരുന്ന സ്വപ്നങ്ങളൊക്കെയായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് വർഷം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അമ്മ അച്ഛനെ സ്വപ്നം കണ്ടു. താടിയൊക്കെ നരച്ച അച്ഛനെ സ്വപ്നം കണ്ടു. എൻ്റെ ചേട്ടൻ എപ്പോഴും പറയുന്നത് അച്ഛൻ ആ പാട്ടല്ല, അത് നല്ല കാലത്തുള്ള പാട്ട്. വസുമതി വസുമതി എന്നുള്ള നിശബ്ദതയിലുള്ള സംഗീതമാണത് ദേവരാജൻ മാഷിൻ്റെ. വസുമതി അരികിൽ വരൂ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടി അമ്മയെ രാത്രിയിൽ വിളിച്ച് കൊണ്ടുവന്നതായിട്ടാണ് അമ്മയുടെ അവസാനത്തെ സ്വപ്നം. അമ്മ അതുകൊണ്ട് അച്ഛനെ ഗന്ധർവനായിട്ടെന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി അമ്മയുടെ സ്വന്തം, ഇപ്പോൾ ഈ പ്രായമാകുമ്പോഴാണല്ലോ കൂടുതൽ അടുപ്പം, അപ്പോൾ ആ അടുപ്പത്തിലുള്ള സ്വന്തം ഭർത്താവിനെ ഓർക്കുന്നതായിട്ടാണ് അമ്മ ഇപ്പോൾ കാണുന്നത്. ഇന്ദുലേഖ ചേച്ചി, അച്ഛൻ്റെ ഭാഗ്യജാതകം കുറിച്ച മകളാണ് ചേച്ചി എന്ന്, ഏറ്റവും പ്രിയപ്പെട്ട മകളാണെന്ന് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ആ ഓർമ്മകൾ, അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അച്ഛനാണ് ശരിക്ക് നമ്മൾ അച്ഛൻ എന്ന് വിളിക്കില്ല, ആദ്യം അമ്മയെന്നല്ലേ. പക്ഷേ എൻ്റെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിച്ചുകൊണ്ടായിരിക്കും. അച്ഛനാണ് എന്നെ ഏറെ ഇഷ്ടം. അച്ഛൻ്റെ പ്രിയപ്പെട്ട മോളാണ് ഞാൻ. 10-13 വയസ്സായപ്പോഴും അച്ഛൻ, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ ഓടി വന്ന് എന്നെ അങ്ങ് എടുക്കും ആദ്യമേ. എനിക്ക് തന്നെ നാണക്കേട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതെന്തിനും ഇങ്ങനെ കാണിക്കണമെന്ന്. അപ്പോൾ മുത്തശ്ശിമ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു ഇതാണ്, മോൾ ചോദിച്ച പോലെ എൻ്റെ ജനനം, എന്നെ അമ്മയുടെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കെ കുഞ്ഞ് കരയുന്ന കേട്ടപ്പോൾ അടുത്തൊരു ജ്യോത്സ്യൻ, എറണാകുളത്ത് എവിടെയോ ഉള്ള ഒരു ജ്യോത്സ്യനാണ് അദ്ദേഹം. അച്ഛൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പോൾ പ്രസവിച്ച കുട്ടിയുടെ കരച്ചിലിൽ ആ കുട്ടിയുടെ അച്ഛൻ ആരായാലും പ്രശസ്തനാകും, അദ്ദേഹത്തിന് ഇരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞു ഒന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതാണ്, ഞാനാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായത്. ആരാന്ന് അച്ഛൻ ചെറുതായിട്ടൊക്കെ കവിതയൊക്കെ എഴുതി ഇങ്ങനെ സിനിമയൊക്കെ എഴുതുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം മുതലാണ് അച്ഛന് പാലാട്ട് ഗോമൻ എന്ന് പറഞ്ഞ സിനിമയിൽ
ചന്ദനപ്പല്ലക്കിൽ ഇതല്ലേ പാട്ട്, ആ പാട്ട് എഴുതിക്കൊണ്ടാണ് അച്ഛൻ തുടങ്ങിയത്. പിന്നെ 13 വർഷം അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അച്ഛനുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരും, രാവിലെ എണീക്കുമ്പോൾ അച്ഛൻ ഉദ്യോഗസ്ഥയിൽ, രാത്രി കിടക്കാൻ നേരത്ത് അച്ഛൻ വരും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അച്ഛനെ കണ്ടിട്ടില്ല ശരിക്കും. പക്ഷേ വന്നാൽ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം എനിക്കായിരുന്നു. അച്ഛൻ്റെ പുന്നാര മോളായിരുന്നു ഞാൻ. പിന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു. അവിടുത്തെ പൂന്തോട്ടം എന്നെ ഏൽപ്പിച്ചിരുന്നു. അച്ഛന് ഇഷ്ടമുള്ള പൂക്കളെയും ചെടികളെയും നോക്കിയിരുന്ന ഞാനാണ്. എവിടെ എന്ത് കണ്ടാലും അച്ഛൻ കൈ ചൂണ്ടിയാൽ മതി, അത് എൻ്റെ വീട്ടിലെത്തുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു എഴുത്തെഴുതി അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം. അപ്പം ഞാൻ അച്ഛൻ എഴുതി, ഞാൻ കല്യാണ സൗഗന്ധ്യം വീട്ടിൽ കൊണ്ട് വെച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിലും കല്യാണ സൗഗന്ധ്യം ഉണ്ട്. ഉടനെ അച്ഛൻ തിരിച്ച്, നീ ഗന്ധമാദന പർവ്വതത്തിൽ പോയോ ഈ കല്യാണ സൗഗന്ധ്യം പറിക്കാൻ? അന്ന് അച്ഛൻ ഞങ്ങളെ ചെറുതിലേക്ക് ഞങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങളൊക്കെ വായിക്കുമായിരുന്നു ചെറിയ കുട്ടികളായിരുന്നപ്പോൾ. ഈ പഴയ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ലൈബ്രറിയിലും ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ചന്ദനപ്പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവ രാജകുമാര. നമ്മുടെ പ്രിയപ്പെട്ടൊരു നാടക ഗാനമില്ലേ, പറന്ന് പറന്ന്. ഇപ്പോൾ കുട്ടികൾ കൂടെ അത് പാടി നടക്കുന്നുണ്ട്, വളരെ വൈറലായിട്ടുള്ള ആയി മാറി. ഇപ്പോൾ അമ്മ പറയും, അമ്മയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. പാട്ടൊരു കഥയാണ്. ഈ പറഞ്ഞ പോലെ എന്നെ കാണാൻ പുറകെ നടന്ന് അവസാനമാണ് ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിനട്ടതായപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വെച്ചാൽ എൻ്റെ കല്യാണമൊന്നും എനിക്ക് വലിയ ഗംഭീരമായിട്ടൊന്നും നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല. ചേച്ചിയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അനിയത്തിയെന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും അത്ര താല്പര്യമില്ല. ആരും വന്നില്ല. ഞാനും അമ്മയും ഞങ്ങൾ പിന്നെ എത്തിയാർ വർമ്മ കുടുംബം, പിന്നെ ഒരു വലിയൊരു ഗംഭീരൻ ഒരു കച്ചവടക്കാരൻ്റെ തങ്കച്ചനുണ്ട് കോട്ടയത്ത്. ഞങ്ങൾ മാത്രം ഒരു കാലിൽ ഗുരുവായൂർ പോയി. ഗുരുവായൂരിപ്പോൾ എത്തിയാർ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നു ഈ പാട്ട് മാത്രം പറന്നിയല്ലേ പറ്റാത്ത കാടുകളിൽ. അതാണ് അത് വലിയ കഥയുള്ള പാട്ടാണ്. അമ്മയ്ക്കത് പറയുമ്പോൾ തന്നെ ചോക്കുന്നുണ്ട് ഇവിടെ. അല്ല അതേ ചേച്ചി എന്നെ അവിടെയാക്കി വെച്ചിരുന്ന പോകുന്ന 6 മാസത്തോളം ഞാൻ തന്നെയാണ് അവിടെ താമസിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് വീട്ടിലാരും വരികയില്ല, നിങ്ങളോടെല്ലാം വിരോധമായി. അമ്മ പറഞ്ഞു നമുക്ക് പോയി ഗുരുവായൂർ പോയി കൊണ്ടുവരാൻ കഴിച്ചു വെച്ച് പോയി. ഗുരുവായൂരവിടെ പോയി താലി കെട്ടി ഇങ്ങോട്ട് പോകുന്നു. അല്ലാതെ എനിക്ക് കല്യാണത്തിനും ഒരു വിശേഷമില്ല, എനിക്കതുമില്ല. അതാ ഞാൻ പറയുന്നത്. എനിക്ക് ഒരു കാര്യത്തിനും ഒരു ഫംഗ്ഷൻ ഒന്നിനും തന്നെ എനിക്കൊരു ആർഭാടം ഇല്ലാതെ ജീവിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എവിടെ പോകും ഇത്രയും സമാധാനം സന്തോഷവും. അമ്മ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നെ, ശരത് സാറിന്റെ പാട്ടുകളുണ്ടല്ലോ അമ്മ, ഇതുപോലെ ചാന്തു കുടങ്ങിയൊരു സൂര്യൻ മാനത്ത് അല്ലേ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലും ഇതുപോലെ കാവ്യഭംഗി നിറഞ്ഞ പാട്ടുകളാണ്. അമ്മയ്ക്ക് കുറച്ചുകൂടി ഒരു വാത്സല്യം ഉണ്ടാവും അല്ലേ മോന്റെ പാട്ട്? അതെല്ലാവരും ചോദിക്കും ചെറിയനെ അച്ഛൻ്റെ പാട്ടാണ്. അപ്പം എനിക്ക് മോൻ്റെ പാട്ടിനോട് വാത്സല്യം മോൻ്റെ പാട്ടിനോടില്ലേ, അതൊന്നും. പക്ഷെ അച്ഛൻ്റെ പാട്ട് അത് വേറൊരു അതെ, അത് വേറൊരു രീതിയിൽ വേറെ രീതിയിൽ. അതുപോലെ തന്നെ അമ്മ ഒരിക്കലും അച്ഛനെ പറ്റി ചോദിച്ചാൽ ഒന്നും പറയില്ല, മുഖം ചുമക്കുക അല്ലാതെ അമ്മ ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മയ്ക്ക് പറ്റിയ പാട്ട് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. രഹസ്യം ഇതു രഹസ്യം അനുരാഗ കഥയിലെ ഒരു നായികയുടെ രഹസ്യം, പ്രേമരഹസ്യം. അമ്മയുടെ ഈ പ്രേമരഹസ്യം ഈ കേരളത്തിലെ ഒരാൾക്കും അമ്മ പറഞ്ഞു തരികയില്ല. അത് അമ്മയുടെ മനസ്സിലെ സ്വകാര്യ സ്വത്താണെന്നാണ് മക്കളും നമ്മളെല്ലാ മലയാളികളും വിശ്വസിക്കുന്നത്. പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ, പ്രിയരമാ പ്രിയരമാ. അമ്മയുടെ പുസ്തകം ഉണ്ടല്ലോ ഇന്ദ്രധനുസിന്റെ തീരത്ത്, അത് വായിക്കാത്ത എല്ലാവരും വായിക്കും. വളരെ നല്ലൊരു പുസ്തകമാണ്.
പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇനി ഒരുപാട് പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എഴുതിയ പുസ്തകമല്ലേ അമ്മ അത്, ഇനി ഒരുപാട് പുസ്തകങ്ങൾ അമ്മയുടെ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയട്ടെ. മലയാളികളുടെ മനസ്സിൽ കാൽപ്പനികതയുടെ 1000 പാദസരങ്ങൾ കിരിക്കിയ പ്രിയ കവിയുടെ ഓർമ്മകളെ ഒരിക്കൽ കൂടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലേഖ ചേച്ചിയോടും യമുന ചേച്ചിയോടും എല്ലാവരും തന്ന സ്നേഹവും മനസ്സിലെ തെളിനീരുറവയെ സൂക്ഷിച്ചുകൊണ്ട് വിട പറയട്ടെ. നന്ദി, നമസ്കാരം. കണ്ടുപിടിച്ചു കാമുകി പൊട്ടിച്ചിരിച്ചു.